ഹലോ കൂട്ടുകാര്, ധാരാളം കറിവേപ്പില, പച്ചമുളക് ഉണ്ടാകുവാൻ ഈ 2 കൂട്ടം സ്പ്രേ ചെയ്താൽ മതി. പുഴുക്കേടെല്ലാം മാറി നല്ല ധാരാളം കറിവേപ്പില ഉണ്ടാവും. പച്ചമുളകിനും ഇത് സ്പ്രേ ചെയ്യാം, എല്ലാത്തിനും സ്പ്രേ ചെയ്യാം. കണ്ടോ, ഇതാണ്. അതായത് 1 കുടം വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടി മിക്സിയിലിട്ട് അരച്ചിട്ട് അത് അരിച്ചെടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ 1 ലിറ്റർ പച്ചവെള്ളത്തോടെ കൂട്ടി എല്ലാത്തിനും സ്പ്രേ ചെയ്യുക. കണ്ടോ, കറിവേപ്പില നശിപ്പിക്കുന്ന ജീവി കണ്ടോ. വേറെ ഒരു ജീവിയും കൂടി ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാവേ. ഇതുകൊണ്ടോ കറിവേപ്പില നശിപ്പിക്കുന്നു. തളിരയിലെല്ലാം ഹോള് വരുത്തുക. ഉണ്ടോ, നമ്മുടെ കറിവേപ്പിലയെല്ലാം നശിപ്പിക്കുന്ന ഈ ജീവിയാണ്. പിന്നെ വേറെ ഒരു ജീവിയുണ്ട്, പച്ചപ്പുല്ല്, വിട്ടില്ലെന്ന് പറയും. പുല്ലെന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. കണ്ടോ, തളിരില തിന്നുന്നുണ്ടോ 2 ജീവികൾ. കാണാൻ നല്ല രസമൊക്കെ, പക്ഷെ നമ്മുടെ കറിവേപ്പ് നശിപ്പിക്കും. വെളുത്തുള്ളിയും പച്ചമുളകൂടെ അരിച്ച് സ്പ്രേ ചെയ്താൽ മതി. 1.5 ദിവസം രാവിലെയും വൈകിട്ടും സ്പ്രേ ചെയ്യുക. ചുവട്ടി നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. എന്ത് സ്പ്രേ ചെയ്താലും ചുവട്ടിൽ നല്ലപോലെ വെള്ളം ഒഴിക്കണം. അതുകൊണ്ടാ പച്ചപ്പുല്ല്, പച്ചപ്പശു എന്നൊക്കെ പറയും. ഇത് കറിവേപ്പില തിന്നും. കറിവേപ്പിലയുടെ തളിര് വന്ന് തിന്നുന്നതാണിത്. അങ്ങനെ 2 ജീവിയെ ഞാൻ കണ്ടുപിടിച്ചു. കേരളത്തിലൊക്കെ വേറെ ഒരു സൈസ് പുഴുവാണ് തിന്നുന്നത്. ഓസ്ട്രേലിയയിൽ നോക്കിയപ്പോൾ ഇതാ കണ്ടത്. ഞങ്ങളുടെ കറിവേപ്പിലയെല്ലാം തിന്ന് നശിപ്പിച്ചു. കണ്ടോ, നല്ലപോലെ തളിർത്ത് വന്നായിരുന്നു. അപ്പം നമുക്ക് ഇത് പിടിച്ച് കൊല്ലുക. ഇതിൻ്റെ മേലെ സ്പ്രേ ചെയ്യുമ്പോഴേ ഇത് ചാടിപ്പോയി ചത്തോളും, മയങ്ങിയിട്ടേ. പിന്നെ വേറൊരു മരുന്ന് കൂടിയുണ്ട്, മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക. കണ്ടോ, മഞ്ഞൾപ്പൊടി അരിച്ചെടുക്കണം, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ കൂടെ വരികയില്ല, അതിൻ്റെ തരിയൊക്കെ ഉണ്ടെങ്കിലേ. അത് അരച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താൽ മതി. ഗാർലിക്ക് നല്ലതാണ്. ഗാർലിക്കിൻ്റെയും ചില്ലിയുടെ മണം കൊണ്ട് അത് ജീവികളെല്ലാം അകന്ന് നിൽക്കും. അങ്ങനെ മാറി സ്പ്രേ ചെയ്യുക. അപ്പോൾ ധാരാളം കറിവേപ്പില ഉണ്ടാവും, പച്ചമുളകുണ്ടാവും. മുളകിൻ്റെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. ഇതാ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കുക, അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിൽ ഒഴിക്കുക, സ്പ്രേ ചെയ്യുക. മഞ്ഞൾപ്പൊടി ചുവട്ടിൽ ഒഴിക്കാം, വിതറുകയും ചെയ്യാം. കലക്കി ചുവട്ടിലൊഴിക്കാം. കണ്ടോ, വീട്ടിലിരിക്കുന്നുണ്ടോ പച്ചപ്പശു, പച്ചപ്പുല്ലെന്നൊക്കെ ഞങ്ങൾ പറയും. പച്ച കളറാണ്, പെട്ടെന്ന് നോക്കിയാൽ കാണത്തില്ല, സൂക്ഷിച്ച് നോക്കണം. നല്ലപോലെ ശിഖരങ്ങൾ പൂട്ടാൻ ഇച്ചിരി വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ അഗ്രഭാഗം തളിരെല്ലാം ഞുള്ളിക്കൊടുത്താൽ ധാരാളം ശിഖരങ്ങൾ പൊട്ടും. കേരളത്തിൽ ഞാൻ ഒരെണ്ണം അങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്.
പിന്നെ തഴച്ച് വളരുവാൻ കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളവും മോരും വെള്ളമൊക്കെ നാരങ്ങ തൊണ്ടിയിട്ട് വെക്കുക. 2-3 ദിവസം പുളിപ്പിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്താൽ നല്ലപോലെ കറിവേപ്പില ഉണ്ടാകും. ഇത് പയർ നട്ടേക്കുന്ന ഇതിന് ഹോള് വരും, പുഴുക്കേട് വരുമ്പോൾ ഇതിനും തളിച്ചു കൊടുക്കാം. 4 ഇല പരുവാകുമ്പോൾ തുടങ്ങി സ്പ്രേ ചെയ്യാം. കണ്ടോ, ഹോള് കണ്ടോ, പുഴു എല്ലാം തളിരെല്ലാം തിന്നേക്കുന്നുണ്ട്. ആ ജീവി വിട്ടിലും ഒക്കെ തിന്നു. ഒരു കറിവേപ്പില വീട്ടിലുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് മേടിക്കേണ്ടതാണല്ലോ. കറികൾക്കകത്തൊക്കെ ഇടുമ്പോൾ എത്ര ടേസ്റ്റാണ്. നല്ല രുചിയും മണവും തരുന്ന കറിവേപ്പില നട്ടുപിടിപ്പിക്കാം. അതുകൊണ്ട് പച്ചമുളക്, ധാരാളം പച്ചമുളകുണ്ട്. ഈ മുളക് ഇലയിൽ, ചീനിയുടെ മുളകിലൊക്കെ ഇലയിൽ കണ്ട വെള്ള കുത്തു വരും. അതിനൊക്കെ ഈ സ്പ്രേ നല്ലതാണ്. വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ച് സ്പ്രേ ചെയ്തു വെള്ളത്തിൽ കലക്കി, 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി. അപ്പോൾ പച്ചമുളകിൻ്റെ കേടെല്ലാം മാറും. അതല്ലെങ്കിൽ പിന്നെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക. ഇത് രണ്ടും മാറി മാറി ചെയ്താൽ മതി. 1-2 ദിവസം രാവിലെയും വൈകിട്ടും ചെയ്യുക. ഈ ഇത് മുളക് നട്ടാൽ പിന്നെ ഞങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് മുളക് മേടിക്കണ്ട. കേട്ടോ, ഇഷ്ടംപോലെ മുളകുണ്ട്. മുളക് ഇങ്ങനെ കായ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ കേടില്ല, 1-2 വർഷം നിൽക്കും. നമുക്ക് ഇഷ്ടംപോലെ മുളക് പറിക്കാം. പച്ചമുളക് ഇത് പഴുത്ത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾക്ക് പൊടിച്ചെടുത്ത് പത്രമുളകായിട്ട് ചില്ലി പൗഡറായിട്ട് ഉപയോഗിക്കാം. ഞങ്ങളങ്ങനെ നാട്ടിൽ ഉപയോഗിക്കുന്നതാണ്, കേരളത്തിൽ. ഇത് പയർ നട്ടിട്ടേ ഉള്ളൂ, ബീൻസ് പയറാണ്. ഉണ്ടോ, ഇത്ര മുളക് കിട്ടി. നല്ല ചുമന്ന് തുടുത്ത മുളക്. ഇങ്ങനെ പഴുത്ത മുളക് പറിച്ച് വെയിലത്ത് ഇട്ട് ഉണങ്ങി വറുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. മാറി മാറി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അരി കഴുകിയ വെള്ളമൊക്കെ നല്ലതാണ് ഇതിന്. ഇത് മാർക്കറ്റിൽ നിന്ന് മേടിച്ച പത്രമുളക് നട്ട് അതിൻ്റെ തൈ ഉണ്ടാക്കിയതാണ്. ഇതുകൊണ്ട് വെളുത്തുള്ളി, പച്ചമുളക് 2 1 കുടം വെളുത്തുള്ളി മിക്സിയിലിട്ട് ചതച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് കണ്ടോ, അരിച്ചെടുക്കണം. എന്നിട്ട് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് സ്പ്രേ ചെയ്യാം. 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി. എല്ലാത്തിനും സ്പ്രേ ചെയ്യാം. കറിവേപ്പിനും പച്ചമുളകിനും മാത്രമല്ല, എല്ലാത്തിനും ചെയ്യാം. ഇത് മണിത്തക്കാളിക്കും ചെയ്യാം. മരുന്നല്ലേ, ഇതിൻ്റെ ഇലയൊക്കെ കറി വെക്കാൻ കൊള്ളാം. ഇത് കപ്പളം.
കേട്ടോ, ധാരാളം പച്ചമുളകുണ്ട്. ഒരു കറി വെക്കാൻ ഇതിൻ്റെ 3 മുളകെടുത്താൽ മതി. നല്ല എരിവുള്ള മുളകാണ്. ഇങ്ങനെ നമുക്കെല്ലാം നട്ടുപിടിപ്പിക്കാം. കേട് വരുമ്പോൾ ഇച്ചിരി സമയം മെനക്കെട്ടാൽ മതി. നമുക്ക് പിന്നെ അത് ജീവൻ വെപ്പിച്ച് കൊണ്ടുവരാം. ചാരമുള്ളവർക്ക് ചാരം മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അരിച്ചെടുത്ത് സ്പ്രേ ചെയ്യാം. എനിക്കിവിടെ ചാരമില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം മരുന്ന് മാറി മാറി ചെയ്യുക. ജൈവ കീടനാശിനിയൊക്കെ തളിച്ചാൽ മതി, അപ്പം കേടാകാതിരുന്നുള്ളൂ. മഞ്ഞൾ വെള്ളം ചുവട്ടിൽ ഒഴിച്ചെങ്കിൽ മണ്ണിലുള്ള കീടമൊക്കെ നശിച്ചു പോകും. ചെടികൾക്ക് വേണ്ടാത്ത കീടങ്ങളൊക്കെ നശിച്ചു പോകും. ഇവിടെ കറിവേപ്പ് നിൽക്കുന്നതാണ്. നല്ല ഭംഗിയില്ലേ, തളിരില വന്ന്. ഒക്കെ എത്രമാത്രം മുളകാണ്. അപ്പം ധാരാളം മുളക് ലഭിക്കാനും കറിവേപ്പില ലഭിക്കാനും ഇതുപോലെ സ്പ്രേ ചെയ്താൽ മതി. ഇനി 2 കൂട്ടം ചെയ്യാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു കൂട്ടം ചെയ്താലും മതി. മാറി മാറി ചെയ്യണമെന്ന് മാത്രം. എന്നും സ്പ്രേ ചെയ്യേണ്ട, രാവിലെയും വൈകിട്ടും 1-2 ദിവസം. ചുവട്ടി നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വേറൊരു സ്പ്രേ ബോട്ടിൽ ഇത് ഞാൻ എടുത്താണ്, കാലിയായ സ്പ്രേ ബോട്ടിൽ എടുത്താണ്. ഇങ്ങനെ വേണം സ്പ്രേ ചെയ്യാൻ. നല്ലപോലെ കുളിച്ച പോലെ ഇടണം. നല്ലപോലെ കുളിപ്പിച്ച് വിടണം. ഇലയുടെ അടിയിലെല്ലാം സ്പ്രേ ചെയ്യണം. അപ്പോൾ എല്ലാ കേടും മാറും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇലയിൽ ഈ വെള്ള പോലെ പൂപ്പൽ പോലെ വന്നിട്ടേക്കുന്നു. അതിന് ഇത് സ്പ്രേ ചെയ്താൽ മതി. മഞ്ഞൾപ്പൊടി സമയമില്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താൽ മതി. ചെറിയ പയറിനൊക്കെ തളിക്കാം. വെള്ളം ഒഴിച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാൻ. ചൂട്ടി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കണ്ട, ചൂട്ടി വെള്ളം ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യും. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാൽ സ്പ്രേ ചെയ്തൊക്കെ പോവും. സ്പ്രേ ചെയ്യാത്തപ്പോൾ മുകളിൽക്കൂടെ ഇലക്കൂടെ എല്ലാം വെള്ളം ഒഴിക്കാം. കാന്താരി തൈ കണ്ടോ, അതിനും സ്പ്രേ ചെയ്യാം. തക്കാളിയുടെ കുരുടിപ്പ് രോഗം എല്ലാം മാറും. ചില തക്കാളിക്ക് പ്രധാനമായിട്ട് വരുന്നതാണ് കുരുടിപ്പ് രോഗം. അതെല്ലാം മാറും ഇത് സ്പ്രേ ചെയ്താൽ മതി. ഗാർലിക് സ്പ്രേ എന്ന് പറയും. ചില്ലിയും ഗാർലിക്കൂടെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ സ്പ്രേ ചെയ്യും. നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്യണം 1 ലിറ്റർ വെള്ളത്തിൽ. കണ്ടോ, പച്ച വീട്ടിലിരിക്കുന്നുണ്ടോ?
ഇലയുടെയും തണ്ടിൻ്റെ അതേ കളറായതുകൊണ്ട് കാണത്തില്ല. ഇതിനൊക്കെ തളിരില വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് അത് തിന്ന് നശിപ്പിക്കും. അവിടെ എല്ലാം ഹോളിട്ടേക്കുന്നുണ്ട്. ഇലയുടെ അറ്റം എല്ലാം തിന്നു. ഇത്രയും വലിയ വീട്ടിലാണ്. പച്ചപ്പശു വീട്ടിൽ എന്നൊക്കെ പറയും. പുൽച്ചാടി എന്നൊക്കെ പറയുന്നു. ഓരോ നാട്ടിലും ഓരോ സൈസാണ് പറയുന്നത്. ചാണകമുള്ളവർക്ക് ചാണകപ്പൊടി ഇടാം ചൂട്ടിൽ, അപ്പം പെട്ടെന്ന് തഴച്ച് വളരും. ഞാൻ മരുന്ന് സ്പ്രേ ചെയ്തപ്പോൾ ആ മരത്തിലോട്ട് അത് കയറിയത് കണ്ടോ. സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും കുലുക്കിയിട്ട് വേണം ഷേക്ക് ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്യാൻ. രണ്ട് ദിവസം കഴിഞ്ഞ് സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇട്ട് വേണം ചെയ്യാൻ. ഇലകളുടെ അടിയിലും എല്ലാം സ്പ്രേ ചെയ്യണം, കുളിപ്പിച്ച പോലെ സ്പ്രേ ചെയ്യണം. എത്രമാത്രം മുളകാന്ന് നോക്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എല്ലാ പച്ചക്കറിക്കും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിനും പച്ചമുളകിന് എല്ലാത്തിനും സ്പ്രേ ചെയ്യാം. പയറിന് ധാരാളം വെള്ളം ഒഴിക്കണമെന്ന് മാത്രം ചുവട്ടിൽ. താങ്ക് യു കൂട്ടുകാരെ.